അങ്ങനെ ഞങ്ങളുടെ പട്ടായയിലെ ലാസ്റ്റ് ദിവസത്തിലേക്ക് ഞങ്ങൾ കണക്കുകയാണ്. ഞങ്ങൾ ഇന്ന് നോങ്നൂച്ച് വില്ലേജ് ഗാർഡൻ കാണാൻ പോവാണ്. ആദർശൊന്നും ക്ഷീണോ വയ്യ, ഉറക്കമില്ലാതെ ഇങ്ങനെ കറങ്ങാടപ്പാ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ വണ്ടി വരും. അപ്പോൾ നമുക്ക് ആദർശ് ഭായിയോട് ചോദിക്കാം എങ്ങനെയാന്ന്. ഇന്ന് നോങ്നൂച്ച് വില്ലേജ് ഗാർഡൻ, അവിടെ ലഞ്ച് നമുക്ക്. ഇവിടെ നിന്ന് ലഞ്ച് കിട്ടത്തില്ല, അവിടെ നല്ല സൂപ്പർ ലഞ്ച് കിട്ടും കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നു. ശ്രീതളീന് തീരെ വയ്യ, വയറ്റിലൊക്കെ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ശ്രീതളിയും വരുന്നില്ല. ഞങ്ങൾ മൂന്നും കൂടാണ് ഈ നോങ്നൂച്ച് വില്ലേജ് ഗാർഡൻ കാണാനായിട്ട് പോകുന്നത്. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ചെറിയൊരു മഴയുണ്ടായിട്ട് ഞാൻ നിർബന്ധിച്ചുകൊണ്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് കണ്ടു കഴിയുമ്പോൾ ഇവരുടെ മൂഡും മൈൻഡും എല്ലാം അങ്ങ് മാറും. അപ്പം ഈ നോങ്നൂച്ച് വില്ലേജ് ഗാർഡനിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങിയായി. നമ്മളെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഗൈഡ് വിത്ത് ഡ്രൈവർ വന്നു. ഇവിടെ തായ് ഫുഡ് വേണോ ഇന്ത്യ ഫുഡ് വേണോ? തായ് ഫുഡ് മതി. എന്നിട്ട് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ പിന്നെ ഇപ്പുറത്തോട്ട് മാറാൻ പറ്റത്തില്ല. ഇന്ത്യൻ ഫുഡ് കഴിക്കാം, എല്ലാം സെപ്പറേറ്റാ. ഇവിടെ വന്നിട്ട് നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിച്ചില്ല. അങ്ങനെ ഗെയ്സ് 600 ഏക്കർ പരന്ന് കിടക്കുന്ന നോങ്നൂച്ച് വില്ലേജ് ഗാർഡൻ്റെ എൻട്രൻസിലേക്ക് നമ്മൾ എത്തി. ഇവിടോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ രാജാവിൻ്റെ രാജ്ഞിയുടെയൊക്കെ വലിയ പടമൊക്കെ വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡും അടിപൊളിയായിട്ട് അലങ്കരിച്ച് നല്ല രസത്തിലാണ്. അങ്ങനെ നമ്മൾ എൻട്രൻസിലേക്ക് എത്തി. ഇവിടെ എന്തായാലും നല്ല തിരക്കാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ധാരാളം രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ നോങ്നൂച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ നോങ്നൂച്ച് വില്ലേജ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ 10 ബോട്ടാണിക്കൽ ഗാർഡനുകളിൽ ഒന്നാണ്. ഇതിനകത്ത് എന്തെല്ലാമാണ് നമുക്ക് കാണാനിരിക്കുന്നേ ഉള്ളൂ. അടിപൊളിയാണ്, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. മുഴുവൻ ചെടിയും പൂക്കളും അതുപോലെ തന്നെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഈ ചെടിയും പൂക്കളും മാത്രമല്ല, ഒത്തിരി സംഭവങ്ങളുണ്ട്. ഓരോ സ്ഥലത്തോട്ട് ചെല്ലുമ്പോഴും കാണുന്ന എല്ലാം പുതിയ പുതിയ കാഴ്ചകളാണ്. നിങ്ങൾ നോക്കി ഏതെല്ലാം തരത്തിലുള്ള ചെടികൾ വെച്ചിട്ടാണ് ഈ ഗാർഡൻ അല്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നോക്കുക. ഏകദേശം 3000-ഓളം തൊഴിലാളികൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ധാരാളം ആനകളെയൊക്കെ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ടുണ്ട്. ഈ ആനകളുടെ കൂടെ ഫോട്ടോ എടുക്കാനോ ആനകൾക്ക് ഫുഡ് കൊടുക്കാനോ ഒക്കെ ഒത്തിരി ആൾക്കാർ അവിടെ വന്ന് നിൽപ്പുണ്ട്. നന്ദോളേനും ആദർശാലേനും കൂടെ എനിക്ക് തോന്നുന്നു ഫോട്ടോഷൂട്ടാണ്. ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ കൊള്ളാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കി എന്തുമാത്രം തരത്തിലുള്ള ചെടികൾ വെച്ചിട്ടാണ് ഈ ഗാർഡൻ അലങ്കരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഈ 600 ഏക്കറിനകത്ത് ഒരു ചെറിയ ഭാഗമാണ്. 3000-ഓളം തൊഴിലാളികൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ തൊഴിലാളികളെല്ലാം ഇതിനകത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും മുന്നോട്ട് പോവാം. നോക്കി ഇതിനകത്തൊരു വലിയ ഡിനോസറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു ഡിനോസർ പാർക്ക് തന്നെ ഉണ്ട്. നമ്മൾ ഈ ലോകത്തിൽ കണ്ടിട്ടുള്ളതായിട്ടുള്ള എല്ലാ ജീവികളുടെയും സ്കൾപ്ചറുകൾ, അതിൻ്റെ പാർക്കുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സസ്യങ്ങൾ, ചെടികൾ, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങൾ എല്ലാം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതെല്ലാം കൂടി ഇന്നൊറ്റ ദിവസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഷോ തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തൂടെ സഞ്ചരിക്കാനുള്ള ഒരു ബസ്സുണ്ട്. ആ ബസ്സിൻ്റെ ടൈമിങ്ങും ആയിട്ടില്ല. ഇതിനകത്ത് പിന്നെ 2-3 തരത്തിലുള്ള ഷോകളുണ്ട്. ആ ഷോയുടെ ടൈമും ആയിട്ടില്ല. അതുവരെ നമുക്ക് നടന്ന് കാണാൻ പറ്റുന്ന എന്തെങ്കിലും കാഴ്ചകൾ കാണാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഞങ്ങളിങ്ങനെ മുകളിലുള്ള ഒരു ബ്രിഡ്ജിൽ കൂടെ പോകുമ്പോൾ താഴെ കൂടെ ആനയുടെ മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാരെ കാണാം. ഇതിനൊക്കെ ഇവിടെ പാക്കേജുകളുണ്ട്. നമുക്ക് പൈസ കൊടുത്ത് ആനയുടെ മുകളിൽ കയറിയിരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ കുറേ ദൈവങ്ങളുടെയൊക്കെ സ്കൾപ്ചറുകൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ദൈവങ്ങളുടെ പടങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ വലിയ സ്കൾപ്ചറുകളും അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചിരുന്നതും മരിച്ചതുമായിട്ടുള്ള മൃഗങ്ങളുടെയൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ദിനോസറിനൊന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ. ടെമ്പിൾ പോലൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. കണ്ടോളുക. ഹലോ ഗൈസ്, ഇതിനകത്തൊരു ഗ്യാരേജാണ്. ഈ ഗ്യാരേജ് നിങ്ങളെ കാണിക്കാൻ, നിങ്ങൾ കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള ധാരാളം ലക്ഷറി വാഹനങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിനകത്ത് ആദ്യം ലോകത്ത് കണ്ടുപിടിച്ച സൈക്കിളുകൾ മുതൽ ഭയങ്കര വില കൂടിയ കാറുകൾ വരെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മൾ കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ധാരാളം വാഹനങ്ങൾ ഇത് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു പോവാണ്. ഇത് മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വണ്ടിയെക്കുറിച്ച് കാണിച്ച് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ഒത്തിരി സമയം എടുക്കുന്നുണ്ടാണ്. ഇത്രയും സ്പീഡിൽ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഫോർഡിൻ്റെ ഒരു GT ഒക്കെ നിങ്ങൾ കണ്ടു കാണും. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ കാറുകൾ, സ്പോർട്സ് കാറുകൾ, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള വാഹനങ്ങൾ, നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്തതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള വാഹനങ്ങൾ, ഇതേ മിസ്റ്റർ ബീനിൻ്റെ സിനിമയ്ക്കകത്ത് കാണുന്ന കണക്കുള്ള വാഹനങ്ങൾ, അതുപോലെ റോഡിലും ഓഫ് റോഡിലും ഒക്കെ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറേ സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്തു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അളിയന്മാർക്ക് ഭയങ്കര സന്തോഷമായി. ഈ വന്നത് ഇത്രയും തന്നെ കണ്ടപ്പോൾ വർത്തായി എന്നാണ് പറയുന്നത്. സൈക്കിളെ തുടങ്ങി ലക്ഷറി വാഹനങ്ങൾ, ഇതിൻ്റെ ഒരു ഫ്ലോർ മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. എന്തോ ബ്രോ സത്യമായിട്ട് അങ്ങനെ തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങിക്കുന്ന ഇൻഹേലർ വാങ്ങിക്കാനായിട്ട് നമ്മുടെ ആദർശാലിനും നന്ദോളിനോട് അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. ആ ഷോപ്പിംഗ് ഏരിയയിൽ കൂടെ കയറി നമ്മുടെ ആദ്യത്തെ ഷോയായ തായ് കൾച്ചറൽ ഷോ, ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അത് കലാകാരന്മാർ അവതരിപ്പിക്കുന്നത്, അത് കാണാൻ വേണ്ടി പോവാണ്.
കൾച്ചറൽ ഷോ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ബോറിംഗ് ആണെന്നാണ് വിചാരിച്ചതെങ്കിലും പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് ഭയങ്കര രസകരമായിട്ട് ഇവർ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ടൈമിങ്ങും ഇതിനകത്ത് ഇടയ്ക്കൊരു ഇന്ത്യൻ മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുള്ളൊരു ഡാൻസ് പ്രോഗ്രാമൊക്കെ വന്നു. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഈ തായ്ലൻഡിൻ്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആനയൊക്കെ ഒറിജിനലായിട്ടുള്ള ആനയൊക്കെ ഇതിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ വന്ന് യുദ്ധം ചെയ്യുന്ന സീനൊക്കെ കാണാൻ പറ്റും. നമ്മുടെ കളരിപ്പയറ്റ് പോലെയുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ ധാരാളം കലാപരമായിട്ടുള്ള സംഭവങ്ങൾ. ഏകദേശം 1.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഷോ ആയിരുന്നു. ആ ഒരു തിയേറ്റർ പോലുള്ള സ്ഥലത്താണ് ഈ ഷോ നടന്നത്. ഈ ഷോ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ഷോയിലേക്ക് പോകാൻ. ആ അടുത്ത ഷോയും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി ബസ്സിൽ കയറി ഈ ഗാർഡൻ മുഴുവൻ വിസിറ്റ് ചെയ്യും. അങ്ങനെ ഷോ തീരുവാണ്. ഷോ തീർന്ന് കലാകാരന്മാരെല്ലാം നമുക്ക് ടാറ്റ പറയുകയാണ്. ഇനി നടക്കാൻ പോകുന്ന എലിഫൻറ്റ് ഷോയാണ്. ഇത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഷോയാണ് എലിഫൻറ്റ് ഷോ. എലിഫൻറ്റ് ഷോയ്ക്ക് ചെന്നപ്പോൾ തന്നെ ആനകളെയൊക്കെ ഇങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കി യൂണിഫോമൊക്കെ ഇടിച്ച് ഇങ്ങനെ നേരത്തെ നിർത്തിയേക്കാണ്. വേറൊന്നിനും വേണ്ടല്ല, ആനകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, ആനയ്ക്ക് ആഹാരം കൊടുക്കാം. ഇതിനൊക്കെ ചെറിയ ചെറിയ പേയ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഷോയിൽ കൂടെ കിട്ടുന്ന വരുമാനം മാത്രമല്ല, ഇങ്ങനെ ആനകളെ ഉപയോഗിച്ച് മാക്സിമം വരുമാനം അവരുണ്ടാക്കുന്നുണ്ട്. ആനകളൊക്കെ വലിയ കുസൃതിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഷോ തുടങ്ങിയപ്പോൾ നോക്കി അവരുടെ തായ്ലൻഡിൻ്റെ പതാകയൊക്കെ വീശി കുറേ ആനകളെല്ലാം ഒറ്റ യൂണിഫോമിൽ കൊണ്ടുവന്നു. ഇനിയാണ് ആനകളുടെ അഭ്യാസ പ്രകടനങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. ഞാനിത് ഒരു പ്രാവശ്യം നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് കണ്ടിരിക്കാൻ. ഒരു പ്രാവശ്യം മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. ആനയെക്കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ധാരണ നമുക്ക് വരും. അങ്ങനെ ആനകളുടെ ഫസ്റ്റ് എന്താണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ ആനകൾ ഓരോ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കാൻ തുടങ്ങി. നമ്മൾ ഇരിക്കുന്നതൊക്കെ ചമ്മറം പടഞ്ഞ് നിലത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആനകൾ ബലൂൺ എറിഞ്ഞ് പൊട്ടിക്കുന്ന പരിപാടിയാണ്. സൂചി ഉപയോഗിച്ചിട്ട് ആനകൾ ബലൂൺ എറിഞ്ഞ് പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 2 ആനകൾ തമ്മിലുള്ള കോമ്പറ്റീഷനായിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പുറം നിന്നൊരു സൈഡിൽ നിന്ന് ആന എറിയുന്നു, ഇപ്പുറം നിന്ന് എറിയുന്നു. ചിലതൊക്കെ കൊള്ളുന്നുണ്ട്, ചിലതൊക്കെ കൊള്ളാതെയും പോകുന്നുണ്ട്. കണ്ടില്ല, ഇതൊക്കെ കൊള്ളാതെ പോവുകയാണ്. അങ്ങനെ ആ ആന വന്നു. ആ എറിഞ്ഞ ആന നല്ല കൊമ്പൻ ആനയാണ്, നല്ല വലിപ്പമുള്ള ആനയാണ്. ആ ആന അത് കഴിഞ്ഞ് വന്നു. ആനയുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ളവർക്ക് ഫോട്ടോ എടുക്കാം. അത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ഷോയ്ക്ക് വേണ്ടിയുള്ള ആനകൾ ഇങ്ങനെ പുറകെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത ഷോ തുടങ്ങാൻ പോവുകയാണ്. അടുത്ത ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കലാണ്. നമ്മൾ ഓണത്തിനൊക്കെ കളിക്കുന്ന ഒരു കളിയാണ്. ഇത് ആനകളെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് ഡിഫറൻസ്. അടുത്തായിട്ട് ആനകളെ കൊണ്ട് പെയിൻറ്റിങ് ചെയ്യിക്കുന്ന പരിപാടിയാണ്. അത് ക്യാൻവാസിലല്ല പെയിൻറ്റിങ് ചെയ്യിക്കുന്നത്. സാധാരണ ഒരു വൈറ്റ് ടീഷർട്ടിൽ ആനയെ കൊണ്ട് പടം വരപ്പിക്കും. ഈ ആനകൾ വരയ്ക്കുന്ന പടം വെച്ച ടീഷർട്ട് ഉടനെ തന്നെ അവിടെ വിൽക്കാനായിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഏകദേശം 300 ബാത്തൊക്കെയാണ്. 300 ബാത്ത് എന്ന് പറയുമ്പം ഒരു ഇന്ത്യൻ മണി ഒരു 800, 900 രൂപ, 1000 രൂപ ആ റേഞ്ച് വരും. കണ്ടില്ല ആന പെയിൻറ്റ് ചെയ്യുന്നത്. ഈ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു സ്റ്റാഫ് അവിടെ നിന്ന് വന്ന ആ ടീഷർട്ട് അതിൽ നിന്ന് എടുത്ത് നമുക്ക് മുന്നിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് ഇതിനെന്താ വിലയെന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കും. ചിലപ്പം അവിടെ ഉള്ള ആൾക്കാർ തന്നെ ആ സമയത്ത് തന്നെ അത് വാങ്ങിക്കുന്നത് കാണും. അപ്പോൾ വേണ്ട ആ പെയിൻറ്റ് ചെയ്ത ആന പെയിൻറ്റ് ചെയ്ത് ഒരാനയല്ല 5-6 ആനകൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടീഷർട്ടുകളൊക്കെ വിൽക്കാനായിട്ട് അതിൻ്റെ പ്രൈസ് ടാഗുമായിട്ട് ഒരു സ്റ്റാഫ് ഇങ്ങനെ കൊണ്ടു നടക്കുവാണ്. ചിലപ്പോഴാണെങ്കിൽ വാങ്ങിക്കും. അടുത്ത കളി തുടങ്ങാൻ പോകുന്നു. അടുത്തായിട്ട് ആനയുടെ ബാസ്ക്കറ്റ് ബോൾ കളിയാണ്. അങ്ങനെ ഓരോ കളികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബാസ്ക്കറ്റ് ബോളുകൾ നമുക്ക് കണ്ടില്ലെങ്കിലും ആനകൾ പെനാൽറ്റി ഷൂട്ടൗട്ട് അടിക്കുന്നത് നമുക്ക് കാണാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നോക്കിയ ഒരു ആന വന്ന് പെനാൽറ്റി അടിക്കുന്നുണ്ട്. അടുത്ത ഗോളിയായിട്ട് 2 ആനകളാണ് നിൽക്കുന്നത്. ആനകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് പെനാൽറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നു. 2 ആനകൾ ഗോളിയായിട്ട് നിൽക്കുന്നു. ചില അടിക്കുന്നതൊക്കെ ആ ആനകൾക്കിടയിൽ കൂടെ ഗോളാവുന്നു. യെസ്, ആ ഒരു ഗോളായിട്ടുണ്ട്. അടുത്തതായിട്ട് മനുഷ്യരെ നിരത്തി കിടത്തിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ആന നടന്നു പോവുകയാണ്. അപ്പം നമ്മുടെ കാണികളിൽ നിന്ന് തന്നെ ആൾക്കാരെ വിളിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ധൈര്യമുള്ള ആൾക്കാർ ചെല്ലാൻ പറയും. അപ്പോൾ അതിൻ്റെ കൂടെ അത് നോക്കി ആനകൾ കറക്റ്റായിട്ട് ആ കിടക്കുന്ന ആൾക്കാരുടെ മുകളിൽ കൂടെ ക്രോസ് ചെയ്ത് പോവുകയാണ്. ഇതൊരു ജീവൻ മരണ പോരാട്ടം പോലെയാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ. പക്ഷേ ഇത് ട്രെയിൻഡ് ആനയാണ്. ഇതുവരെ അങ്ങനെ ആരെയും ചവിട്ടിയതായിട്ടുള്ള ചരിത്രമില്ല. അപ്പോൾ അങ്ങനെ ഓരോ പരിപാടികൾ. അതിനുശേഷം നടന്നത് വളരെ രസകരമായിട്ടുള്ളൊരു പരിപാടിയാണ്. നിങ്ങൾ നോക്കി ആനയെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കാൻ പോവാണ്. ഇതിൻ്റെ കൂടെല്ലാം അനൗൺസ്മെൻറ്റും മ്യൂസിക്കും എല്ലാം ഉണ്ട്. ആന തായ് മസാജ് ചെയ്യാൻ പോവുകയാണെന്ന് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കി എത്ര ധൈര്യം വേണം. ആന ഇങ്ങനെ മസാജ് ചെയ്യാൻ പോകുന്നു. എൻ്റെ മോനെ ഒരു ചവിട്ടൊന്ന് ചവിട്ടിയ ആളില്ല. ഒരു പെൺകുട്ടിയാണ്, ഒരു ലേഡിയാണ് പോയി കിടക്കുന്നത് അതിൻ്റെ മുന്നിൽ. അപ്പോൾ എന്തായാലും ധൈര്യം സമ്മതിക്കണം. അങ്ങനെ ആന മസാജ് ചെയ്യുന്നു. ഇതുകൊണ്ടും തീർന്നിട്ടില്ല. ഇനിയും ചെറിയ കലാപരിപാടികൾ ആനയെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. നോക്കി ആനയെ കൊണ്ട് മസാജ് ചെയ്യിക്കുകയാണ് വീണ്ടും. അത് കഴിഞ്ഞിട്ട് നോക്കാം അടുത്ത പരിപാടി. ഈ ആനയെ കൊണ്ട് ഈ റിബൺ കറക്കിക്കുന്നു. റിബൺ കറക്കിച്ചിട്ട് റിങ്ങും കറക്കിക്കുന്നുണ്ട്. നോക്കിയാൽ യൂണിഫോമൊക്കെ മാറി പുതിയ സെറ്റ് ആനകൾ വന്നു. എനിക്ക് തോന്നുന്നു എത്രയോ ആനകൾ ഇവരുടെ അടുത്തുണ്ട്. നോക്കിയാൽ നമ്മൾ മനുഷ്യർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആനയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ടോ അതെല്ലാം ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് തായ്ലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെ ആനകളുണ്ട്. ഇതിനെ നമ്മൾ എന്തിനു മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ആനയ്ക്കൊക്കെ സുഖമാണ് സത്യം പറഞ്ഞാൽ. വെയിലും കൊള്ളേണ്ട, വെള്ളത്ത് നിൽക്കേണ്ട, ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് ജീവിച്ചു പോകാം സുഖമായിട്ട്. അങ്ങനെ ഷോ കഴിഞ്ഞു. ആന എല്ലാവർക്കും ടാറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുക്കേണ്ടവരൊക്കെ ആനയുടെ കൂടെ പോയി ഫോട്ടോ എടുക്കുന്നു. ഇനി നമ്മുടെ അവസാനത്തെ പരിപാടിയായിട്ടുള്ള നോങ്നൂച്ച് വില്ലേജ് ഗാർഡനിലുള്ള ബസ് യാത്രയാണ്. ഗാർഡൻ മുഴുവൻ കാണാനായിട്ടുള്ള. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് ബസ്സിൽ കയറിയിരിക്കുകയാണ്. മുഴുവൻ ഫോറിനേഴ്സാണ്. നമ്മുടെ ഈ
ബസ്സിൽ നമ്മളൂടെ യാത്ര ചെയ്യുന്നത്. നോക്കിക്കേ, ഇന്ത്യയിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ട്, വിദേശികളും എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ബസ്സിൽ കയറിയിരുന്ന് 2 സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബസ്സാണ്. അങ്ങനെ ഗാർഡനുള്ളിലോട്ട് നമ്മൾ യാത്രയാവുകയാണ്. ഗൈസ്, ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് ഫ്രെയിം വെച്ച് കഴിഞ്ഞാലും അവിടെ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. കാര്യം ഈ ലോകത്തുള്ള എല്ലാ സംഭവങ്ങളുടെയും സ്കൾപ്ചറുകൾ, അതായത് ഇപ്പം ഒരു ഡിനോസറിൻ്റെ ഒരു പാർക്കാണ്, വിവിധ തരത്തിലുള്ള ഡിനോസറുകൾ ആയിരക്കണക്കിന് എണ്ണം അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാട്ടുമൃഗങ്ങളുടെ എല്ലാത്തിനും സെപ്പറേറ്റ് സ്ഥലങ്ങളുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കൺഫ്യൂഷനാണ്, ഏത് ഷൂട്ട് ചെയ്യും. ഞാനിപ്പോൾ ഈ സൈഡ് ഷൂട്ട് ചെയ്യുന്ന കണക്ക് തന്നെ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെയുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നേ പറ്റത്തുള്ളൂ. ഒരിക്കലും ഇത് അവിടെ പോയി കാണുന്ന ഒരു ഫീൽ ഒരിക്കലും ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും കാണുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നൊന്നുമല്ല, യഥാർത്ഥത്തിൽ പോയി കണ്ടാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. കാരണം ഓരോ തരത്തിലുള്ള ജീവികളുടെ പാർക്കുകളാണ് ഇതെല്ലാം. ഏതെല്ലാം ജീവികളുടെ സ്കൾപ്ചറുകളാണ് വന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്രയധികം ഇങ്ങനെയുള്ള പ്രതിമകളുള്ള ഒരു സ്ഥലം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാട്ടിലുള്ള സർവ്വ സാധനങ്ങളുടെയും പ്രതിമകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരെണ്ണമല്ല, ഒരു ഏരിയ മുഴുവൻ അതിൻ്റെ ആയിരിക്കും. അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ വേറെ വണ്ടികളുമൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കിയേ, ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ഇവരെ സത്യം പറഞ്ഞാൽ സമ്മതിക്കേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തുടങ്ങാൻ പറ്റും, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പാട്. ഇതൊരു പ്രൈവറ്റ് വ്യക്തിയുടെയാണ്, കണ്ടില്ലേ എന്തെല്ലാമാണ് ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ നമ്മൾ പോയി അടുത്തതായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നത് നോക്കിയേ, അടുത്ത ഏരിയയിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പം വേറെ മൃഗങ്ങളാണ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ബോൺസായി ഗാർഡനാണ്. ബോൺസായി മരങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം വലിയൊരു ബോൺസായി ഗാർഡൻ. നോക്കി, ഇതൊരു ഫുള്ള് ബോൺസായി മരങ്ങൾ കൊണ്ടുള്ളൊരു ഗാർഡനാണ്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് ഫുൾ ഒരു ഏരിയ മുഴുവൻ ഇതാണ്. ഇനി അടുത്തതിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അടുത്ത തരത്തിലുള്ള ചെടികൾ, അടുത്ത തരത്തിലുള്ള സസ്യങ്ങൾ അതിലേക്ക് വരും. ഇനി ഇത് കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാണ്. ഇങ്ങനെ കുറേ ദൂരമുണ്ട്. ഞാനതെല്ലാം കുറച്ച് പീസ് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. ഇനി അടുത്തതിലേക്ക് പോവും. അങ്ങനെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള 600 മുതൽ 700 ഏക്കർ വരെ പരന്ന് കിടക്കുന്ന ഒരു ഏരിയ. ഇതിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഏകദേശം 10,000 കണക്കിന് ആൾക്കാരിരിക്കുന്ന ബാങ്കറ്റ് ഹാൾ ഉൾപ്പെടെയുണ്ട്. അത് ലോകത്തിൽ തന്നെ ഏറ്റവും വലുതാണെന്നാണ് പറയുന്നത്. വലിയ ഫംഗ്ഷൻസും അവാർഡ് ഷോകളും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഇതിനുള്ളിൽ താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. റിസോർട്ട് പാക്കേജുകൾ ഇവർ കൊടുക്കുന്നുണ്ട്. ഒരു പ്രദേശത്ത് മുഴുവൻ അങ്ങനെയുള്ള റിസോർട്ടുകളാണ്. ആ റിസോർട്ടൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ലക്ഷറി റിസോർട്ടുകളാണ്. റേറ്റും അത്യാവശ്യം അതനുസരിച്ച് കൂടുതലായിരിക്കും. നമ്മൾ നോക്കിയാൽ പലതരത്തിലുള്ള ഡിനോസറുകളെ ഇനിയും കാണാൻ പോവുകയാണ് നമ്മൾ. ഈ ബസ് നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കും. ഇത് കണ്ടില്ലേ, ഡിനോസറുകളൊക്കെ ഉണ്ട്. അവിടുന്ന് നമ്മളെ വേറൊരു ബസ്സിൽ കയറിയിട്ടാണ് അടുത്ത പ്രദേശങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകേണ്ടത്. അങ്ങനെ നമ്മൾ ദിനോസറുകളുടെ ഇടയിൽ കൂടെ, ഇതുകൊണ്ടൊന്നും ദിനോസർ ആയിട്ടില്ല കേട്ടോ. ഇനി അടുത്ത ബസ്സിൽ കയറുമ്പോൾ നമുക്ക് ദിനോസറുകളെ കാണാൻ പറ്റും. ഞങ്ങൾ നെക്സ്റ്റ് പോയിന്റ് കൊണ്ട് ഒരു ഡ്രോപ്പ് ചെയ്ത് നോക്കി. ഇതിന്റെ മുന്നിൽ തന്നെ കാണുന്നത് അങ്ങനെ പിരമിഡിൻ്റെ മുന്നിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഈ ബസ് സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി അടുത്ത ബസ് കിട്ടുന്ന ബസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നു പോകുമ്പോൾ നോക്കിയ അടിപൊളി കാഴ്ചകളാണ്. ഓരോ ഗാർഡനും എന്താണെന്നോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. മുകളിൽ കൂടെ നടന്നു പോകാനായിട്ടുള്ള വാക്ക് വേ ഇവിടെ ഉണ്ട്. അപ്പം നമ്മളിനി അടുത്ത ബസ്സിലേക്ക് കയറാൻ പോവുകയാണ്. അടുത്ത ബസ്സിൽ കയറി കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ അത്ഭുതപ്പെട്ട്, പിന്നെ നമ്മൾ ഒറിജിനൽ ഒരു ദിനോസറുകൾ മാത്രം ജീവിക്കുന്ന ഒരു കാട്ടിൽ ചെന്ന അവസ്ഥയായിരുന്നു. നോക്കി എത്ര വലുപ്പത്തിലുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ജൂറാസിക് പാർക്ക് സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുള്ള പോലുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. നമ്മുടെ യാത്ര എനിക്ക് തോന്നുന്നില്ല ഇത് മുഴുവൻ ഇവർക്ക് കാണിക്കാൻ പറ്റുമെന്ന്. ഒരു ലിമിറ്റഡ് ടൈമാണ്. ഇതിൻ്റെ ഗണപതി ഭഗവാന്റെ ഒരു വലിയ പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ബസ് യാത്ര കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അങ്ങനെയുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഈ ട്രിപ്പിൽ മീൻകറി കിട്ടുന്നത് അല്ലേ? അത് ബ്രസീൽ ചിക്കൻ. ഇതേ ഒരാളുടെ ഉണ്ടോ? ഇയാൾ ഒരു ലോഡ് റൊട്ടി ആയിട്ടിരിക്കും. വന്നിട്ടില്ല, കഴിക്കാൻ വന്നിട്ടില്ല, കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വിഭവസമൃദ്ധമായ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുവാണ്. ഇന്ന് ഒരു പ്രത്യേകതയും കൂടെ, ഇന്ന് പട്ടായയിലെ ലാസ്റ്റ് നൈറ്റാണ്. അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കുന്ന ഒരു സമയം കൂടാണ്. ശ്രീത്തളയിൽ ഇപ്പോഴേ ക്രിക്കറ്റ് കളി കാണാൻ തുടങ്ങി കാണും. അപ്പോൾ ഞങ്ങളങ്ങനെ വൈകുന്നേരം പട്ടായ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ തട്ടുകടകൾ പോലുള്ള വിവിധ വിഭവങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളാണ്. അവിടെ പന്നിയിറച്ചി, പോത്തിറച്ചി, ആട്ടിറച്ചി, ഇത് നോക്കി
പോർക്കിൻ്റെ ഇറച്ചി ഇങ്ങനെ ഹാഫ് കുക്കഡാക്കി വെച്ചിരിക്കുവാണ് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി. ഞങ്ങൾ അങ്ങനെ 2 പ്ലേറ്റ് സൂപ്പ് പറഞ്ഞ് കഴിക്കാൻ വേണ്ടി. ഇത് രാമൻ എന്ന് പറയുന്ന ഡിഷാണെന്നാണ് നമ്മുടെ ആദർശ് ബ്രോ പറയുന്നത്. നൂഡിൽസ് സൂപ്പാണ്, പോർക്ക് വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ചോപ്പ് സ്റ്റിക്കും ഒക്കെ വെച്ചിട്ട് വേണം കഴിക്കാൻ, കാരണം നമ്മൾ തായ്ലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സ്റ്റൈലിൽ കഴിക്കണമല്ലോ. കലക്കണം. വല്ല നടക്കൂ അറിയാവുന്നത് ജോണി കഴിക്കുന്നുണ്ടോ ഇപ്പം? ജർമ്മൻ ജോണി. കൊറേ നേരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. കറക്റ്റ് എടുത്തുണ്ട്. കൊള്ളാവോ? എങ്ങനെയുണ്ട്? ഇതിനകത്ത് വല്ല ഇതൊക്കെ ഇടണോടോ, ഈ വെച്ചിരിക്കുന്ന സാധനമൊക്കെ? മാറ്റി വെക്കുക. എങ്ങനെ ഉണ്ടോ? എല്ലാ തരത്തിലുള്ള പക്ഷിമൃഗാദികളെയും കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത്. നോക്കിക്കേ, ഇവിടെ ഓരോരോ വിഭവങ്ങൾ ഇങ്ങനെ ഇറച്ചികൾ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ചാർക്കോൾ ഗ്രില്ലിനകത്ത്. അതിൻ്റെ എല്ലാം സ്മെല്ലാണ് നമ്മുടെ മൂക്കിലോട്ട് അടിച്ചു കയറുന്നത്. അങ്ങനെ നമ്മൾ ആ സ്ട്രീറ്റിൽ കൂടെ നേരെ നടന്ന് പല സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കുവാണ്. നമ്മളന്നിപ്പോൾ ഫുഡും കുറച്ച് കഴിച്ചിട്ടുണ്ട്, പൂർണ്ണമായിട്ടും കഴിച്ചില്ല, ഇനി നമുക്ക് കഴിക്കണം. അങ്ങനെ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി ലൈവായിട്ട് അവിടെ കാണുന്ന ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റിന് മുന്നിൽ ഇന്ത്യക്കാരെല്ലാം കൂടെ കൂടിയിരുന്ന് കളി കാണുന്നുണ്ട്. അതിന് ഇടയ്ക്കൊരു പാകിസ്ഥാൻകാരനും ഉണ്ട്. അവിടെ നടക്കുന്ന പുകിൽ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറിയേക്കുവാണ്. ആ റെസ്റ്റോറൻറ്റിൽ ക്രിക്കറ്റ് കളി തന്നെയാണ്. ഇതൊക്കെ ഇന്ത്യൻസിൻ്റെ റെസ്റ്റോറൻറ്റുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പഞ്ചാബി ഫുഡുകളൊക്കെ കിട്ടും, മറ്റ് രാജ്യങ്ങളിലെ ഫുഡുകൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യയുടെ കളി നടക്കുന്നുള്ളത് കാണാനും കൂടെ ഉള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്ന് കഴിക്കുന്നത്. പുറത്തോട്ട് നോക്കിയാൽ വീണ്ടും അവിടെ പുറത്തെത്തിയ ഗെയ്സ്. അങ്ങനെ ഞങ്ങളുടെ പട്ടായയിലെ ലാസ്റ്റ് നൈറ്റ് ആയിരുന്നു ഇത്. ഞങ്ങൾ നാളെ രാവിലെ യാത്രയാകുവാണ്. ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. നാളെ ബാങ്കോക്കിലേക്ക് പോകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്